വ്യൂവേഴ്സ് എല്ലാവർക്കും ഗീതാ ഗോവിന്ദം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ രാധികാമ്മ അടപടലം വീണ് പോകുന്നുണ്ട് നമ്മുടെ ഗോവിന്ദിന്റെ ആ ഒരു ചോദ്യങ്ങൾക്ക് മുന്നിൽ കേട്ടോ. നമ്മുടെ വെമ്പാലമുക്കിലെ ആ ഒരു മരങ്ങൾ, തേക്ക് മരങ്ങൾ മുറിച്ച് വിൽക്കുന്ന ആ ഒരു തിരക്കില് ആ ഒരു ബ്രോക്കറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ ഗോവിന്ദ് അവിടെ വരുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, ഈ ഒരു മരവും ഈ ഒരു തറവാടൊക്കെ വിറ്റ് മുടിപ്പിച്ച് കഴിഞ്ഞെങ്കിൽ രാധികാമ്മ വീട്ടിലേക്ക് പോരും, ബാക്കി പ്രമാണങ്ങൾ കൂടി ഞാൻ തരാം, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ അച്ഛൻ ഉറങ്ങുന്ന അപ്പുറത്തെ ഒരു 6 അടി മണ്ണ് മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ് ഭയങ്കര ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ രാധികാമ്മയ്ക്ക് ആകെ ഇങ്ങനെ കിടിലം കൊള്ളി നിൽക്കുക. എന്നുവെച്ചാൽ ഗോവിന്ദിൻ്റെ ഒരു വിശ്വാസമാണ്, ഇത്ര നാളുണ്ടായ ഒരു വിശ്വാസമാണ് നഷ്ടപ്പെട്ടത് അല്ലേ. അപ്പം എന്തായാലും തൻ്റെ കാലിനടിയിൽ ആ ഒരു മണ്ണ് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ രാധികാമ്മയ്ക്ക് എന്തായാലും വന്നിട്ടുണ്ട്. അപ്പോൾ രാധികാമ്മ അറക്കൽ ചെന്നിട്ട് എല്ലാം വരുണ്ട എല്ലാ ഇത്തപ്പോഴും പോലെ ആ ഒരു വരുണ്ട തലയിലേക്ക് എല്ലാ കുറ്റങ്ങളും മറിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗീതു ആരാ മോള്? ഗീതു നമ്മുടെ ഗോവിന്ദിൻ്റെ മുന്നിൽ വീണ്ടും നമ്മുടെ രാധികാമ്മയെ ചോദ്യം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പെറ്റമ്മ വിജയലക്ഷ്മി അമ്മയായിരുന്നെങ്കിൽ ഈ ഒരു രാധികാമ്മ ചെയ്ത കൊടും ക്രൂരതകൾ അവർ ചെയ്യുമായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് വിജയലക്ഷ്മി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് ആകപ്പാടെ ഞെട്ടി നിൽക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഗീതുവിനെ അറിയാം, നമ്മുടെ ഗോവിന്ദിൻ്റെ അമ്മയാണ് വിജയലക്ഷ്മി എന്നുള്ളൊരു കാര്യം അറിയത്തില്ലായിരുന്നു എന്നായിരുന്നു നമ്മുടെ ഗോവിന്ദിൻ്റെ ധാരണ. പക്ഷേ അറയ്ക്കൽ സകലരും അറിഞ്ഞു വിജയലക്ഷ്മിയാണ് ഗോവിന്ദിൻ്റെ യഥാർത്ഥ പെറ്റമ്മ എന്നുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകപ്പാട് ട്വിസ്റ്റുകളോട് ട്വിസ്റ്റാണ്. ഇനി നമ്മുടെ വിജയലക്ഷ്മി അവിടെ വന്നിട്ടുണ്ട്. ഇനി വിജയലക്ഷ്മിയോട് നമ്മുടെ ഗോവിന്ദ് എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.